ചേട്ടാ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിലെ വഴിപാട് നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ. അപ്പോൾ വീണ്ടും അവരുടെ സൗഹൃദത്തെ പറ്റി വീണ്ടും ചർച്ചയാവുകയാണ് ഒരു വഴിപാട് നടത്തിയതിൻ്റെ പേരിൽ. അപ്പോൾ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം നാളിലാണ് ഇപ്പോൾ വഴിപാടൊക്കെ നടത്തി. ഇപ്പം വലിയൊരു രീതിയിലൊരു ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ രണ്ടുപേരുടെയും വർഷങ്ങളായിട്ടുള്ള അഭിനയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആ സൗഹൃദത്തെ പറ്റി എന്താ ചേട്ടൻ പറയാനുള്ളത്? ഞാനൊക്കെ ചെറിയ പ്രായം മുതലേ കണ്ടു തുടങ്ങിയ രണ്ട് നടന്മാർ, അതായത് സിനിമ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് മമ്മൂട്ടിയും മോഹൻലാലിനെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമാണ്. പിന്നീട് എത്രയോ തലമുറകൾ വന്നു, ഇപ്പോഴും അവരുടെയൊക്കെ ഇഷ്ട നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അപ്പോൾ എത്രയോ വർഷമായി അവർ അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്, ഒരു സിനിമ വിറ്റുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അന്ന് അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രണ്ടുപേരുമാണ് മലയാള സിനിമയെ ചുമലിലേറ്റിക്കൊണ്ട് നടന്ന രണ്ടുപേരാണ്. അപ്പോൾ ഈ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെ, ഇവന്മാരാരാ, ഇവരെ പ്രായം ഇത്രയായില്ലേ. പക്ഷേ ഈ പ്രായത്തിലും ഇപ്പോൾ ഒരാൾക്ക് 74, എനിക്ക് അടുത്ത ആൾക്ക് 64 ഈ പ്രായത്തിലും ചെറിയ കുട്ടികൾ വരെ അവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് അവർ രണ്ട് ലെജൻഡറി ആക്ടേഴ്സ് ആയതുകൊണ്ടാണ്, അത്രയും എന്താ പറയുന്നത്, ദൈവം അനുഗ്രഹിച്ച കലാകാരന്മാരായതുകൊണ്ട്. മോഹൻലാൽ ഒരുപാട് തവണ ശബരിമലയിൽ പോയിട്ടുണ്ട്, ഇതാദ്യമായിട്ടല്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം പോയത് വലിയ വാർത്തയായതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അരുണിമ ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം മമ്മൂട്ടിക്ക് വേണ്ടി, അതായത് ഇവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ അഭിനയിച്ചു തുടങ്ങിയ രണ്ട് നടന്മാരാണ്. മോഹൻലാൽ ആദ്യം അഭിനയിക്കുമ്പോൾ അദ്ദേഹം വില്ലനായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. മമ്മൂട്ടി നായകനായിട്ട് തന്നെ ചെറിയ റോളിൽ വന്നിട്ട് പെട്ടെന്ന് നായകനായി സിനിമയിലേക്ക് കടന്നു വന്ന ആളാണ്. രണ്ടുപേരുടെയും യാത്ര ഒരേ സമയത്ത് തന്നെയാണ്. അത് പലപ്പോഴും അവർ രണ്ടുപേരും പറഞ്ഞിട്ടുമുണ്ട്. അതായത് രണ്ടുപേരുടെയും വളർച്ച ഒരേ ഗ്രാഫിൽ തന്നെ പോയ രണ്ടുപേരാണ്. ഇടയ്ക്ക് മമ്മൂട്ടിക്ക് ചില സിനിമകൾ പരാജയപ്പെട്ട് അദ്ദേഹം ഫീൽഡ് ഔട്ടാകുന്നു എന്ന് പറയുന്നൊരു ഘട്ടമൊക്കെ വന്നിട്ട് പിന്നീട് അദ്ദേഹം തിരികെ വരികയൊക്കെ ചെയ്തു. അതൊക്കെ പഴയ ചരിത്രമാണ്. എന്തായാലും അവർ രണ്ടുപേരും ഇത്രയും വർഷമായി, ഏകദേശം എനിക്ക് തോന്നുന്നു 4 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ അവരുടെ സിംഹാസനത്തിനൊന്നും ഇതുവരെ ഇളക്കം തട്ടിയിട്ടില്ല. അങ്ങനെയുള്ള രണ്ടുപേരാണ്. അപ്പോഴാണ് എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലും ഇതുപോലെ സൂപ്പർ സ്റ്റാറുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സൗഹൃദമോ സ്നേഹമോ പോലെ അത്രയുമുള്ള ഒരു അടുപ്പം മറ്റ് ഭാഷകളിലുള്ള നടന്മാർ തമ്മിൽ, സൂപ്പർ സ്റ്റാറുകൾ തമ്മിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇവർ അത്രയും അധികം ഹൃദയബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു വാർത്ത വന്നു, മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ തുടക്കമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അത് പെട്ടെന്ന് ചികിത്സിച്ചാൽ ഭേദമാകും എന്നാണ് ആ വാർത്ത. അപ്പോൾ അത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ ആളുകൾ ആകാംക്ഷയോടൊക്കെ അതിൻ്റെ താഴെയും വന്ന് ഈ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അസുഖം വന്നാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരത്രയും നമ്മുടെ ഹൃദയത്തിൽ അത്രയും നാൾ ഉണ്ടാക്കി വെച്ചൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഒരു അസുഖം വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളെന്നും കാണുകയും കേൾക്കുകയും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അവരെന്നും നമ്മളോടൊപ്പം ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവരുണ്ട്. ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മോഹൻലാൽ ഇത്തവണ ശബരിമലയിലേക്ക് വന്നിട്ട് അദ്ദേഹം മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അസുഖമാണെന്നുള്ള വാർത്ത വരുന്നു, അതിൻ്റെ സത്യാവസ്ഥ പലപ്പോഴും അറിയാൻ പറ്റാതെ പോകുന്നു. അപ്പോഴാണ് മോഹൻലാൽ വന്നിട്ട് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിന് വേണ്ടിയിട്ട് ഉഷപൂജ വഴിപാട് നടത്തുന്നു. അത് ഈ സോഷ്യൽ മീഡിയയിൽ ആ വഴിപാടിൻ്റെ രസീത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്, വൈറലാണ് ആ റെസിപ്റ്റ്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം, ഇപ്പോൾ വേണമെങ്കിൽ മോഹൻലാലിന് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം, അസുഖമാണ് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, അവർ തമ്മിൽ അത്രയും ഹൃദയബന്ധമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ശബരിമലയിൽ വരുമ്പോൾ തനിക്കൊപ്പം നിൽക്കുന്ന രണ്ട് ബിഗ് ഗം എന്നാണ് പറയുന്നത്, രണ്ട് സൂപ്പർ സ്റ്റാറുകൾ. സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് വരെ, സുരേഷ് ഗോപി ഏകലവ്യൻ എന്ന് പറയുന്ന പടത്തിലൂടെയാണ് സൂപ്പർ സ്റ്റാർ ആകുന്നത്. കണ്ടിട്ടുണ്ടോ ആ പടം? ഇല്ല. അത് വല്ലപ്പോഴും കാണണം, നല്ല പടമാണ് ഇത്. അത് അതിനുശേഷം വന്ന പടമാണ്. തലസ്ഥാനം എന്ന് പറയുന്ന ഒരു പടം വരുന്നു, അതിലൂടെ സുരേഷ് ഗോപി അതുവരെ കണ്ട സുരേഷ് ഗോപി അല്ല, വേറൊരു റേഞ്ചിലേക്ക് സുരേഷ് ഗോപി മാറുന്നു. തലസ്ഥാനം അതാണ് തുടക്കം. ഈ രഞ്ജി പണിക്കർ അതുപോലെ തന്നെ ഷാജി കൈലാസ് അവരുടെ പടമാണ് തലസ്ഥാനം. അത് കഴിഞ്ഞിട്ടാണ് ഏകലവ്യൻ എന്ന് പറയുന്ന പടം വരുന്നത്. ഏകലവ്യൻ യഥാർത്ഥത്തിൽ ഈ മമ്മൂട്ടിക്ക് വേണ്ടി ആലോചിച്ച കഥയും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കഥ പറയുകയൊക്കെ ചെയ്തു. അദ്ദേഹം
CBI ഓഫീസറായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു. അതിനുശേഷമാണ് സുരേഷ് ഗോപിയിലേക്ക് പോകുന്നതും സുരേഷ് ഗോപി ആവേശം ചെയ്യുന്നു. അദ്ദേഹം ആ സിനിമയിലൂടെ പുതിയൊരു സൂപ്പർ സ്റ്റാർ മലയാള സിനിമയിലേക്ക് വരുന്നു. അതൊരു മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു. ഇപ്പോഴും അവർ തന്നെയാണ്, അവരുടെ സ്ഥാനത്തിനൊന്നും മാറ്റം. ഒരുമിച്ചുള്ള സിനിമകൾ വന്നാലും നമ്മൾ ജനങ്ങൾക്ക് കുറെ കൂടെ ആകാംക്ഷയാണ്. അതെ അപ്പോൾ അതെ, അവർ തമ്മിലുള്ള സിനിമകൾ, എത്രയോ സിനിമകൾ ഇപ്പോൾ അവർ തമ്മിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് ഈ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ട് ഇദ്ദേഹം മമ്മൂട്ടി വീട്ടിലേക്ക് പോകുന്നു. വാർത്തകൾ പുറത്തു വരുന്നു. മഹേഷ് നാരായണൻ്റെ സിനിമയിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, അതുപോലെ കുഞ്ചാക്കോ ബോബനുണ്ട്, നയൻതാരയുണ്ട്. ഇവരെല്ലാം അഭിനയിക്കുന്ന വലിയ പടമാണ്, വലിയ പ്രോജക്റ്റാണ്. വർഷങ്ങൾക്ക് ശേഷം ഇവർ അഭിനയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 2020 ശേഷമല്ലേ, 2020 അവർ ഒരുമിച്ച് അഭിനയിച്ചത്. അതിനുശേഷം വരുന്ന ചിത്രമാണ്. അപ്പോൾ ആ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട്, എപ്പോഴായാലും ഇവർ രണ്ടുപേര് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷയും അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. രണ്ടുപേരുടെ ആരാധകരുണ്ട്. ആരാധകരോട് പറയാനുള്ള, ആരാധകർ ഇതൊക്കെ കാണണം. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ആരാധകർ, അതായത് അവരുടെ നല്ല പ്രായത്തിൽ അവർ ചെയ്തു വെച്ച സിനിമകളുണ്ട്. നല്ല പ്രായത്തിൽ ആ സമയത്തെ സിനിമകളാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും അല്ലേ. ആറാം തമ്പുരാനൊക്കെ മോഹൻലാലിന്റെ ഒരു സമയത്ത്, നാട്ടുരാജാവ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജനറേഷനിലും ഭയങ്കര കത്തി നിൽക്കുന്ന സിനിമകൾ തന്നെയാണ്. ഒരിക്കലും നമ്മൾ മറക്കത്തില്ല ആ സിനിമകളുടെ കഥകളായാലും. പക്ഷെ ഇപ്പോഴേ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന സിനിമകളും നല്ലതാണ്. ഇതിലൊരു പക്ഷേ ആ സിനിമകളാണ് കുറച്ചും കൂടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അത് ഒത്തിരി നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം കാലം മാറുമല്ലേ, കാലം മാറുന്നതനുസരിച്ച് അവർക്ക് പ്രായമാവുന്നു. നമ്മൾ നോക്കുമ്പോൾ അവരെന്നും. പക്ഷെ മമ്മൂട്ടി ഇപ്പോഴും പ്രായമാകാത്ത ഒരു മനുഷ്യനായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. അതെ, അപ്പോൾ 74 വയസ്സുണ്ട്. അപ്പോൾ അതിൻ്റേതായ ശരീരം എപ്പോഴും അങ്ങനെയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ, നമുക്കൊക്കെ ആയാലും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ശരീരം നമ്മൾ മനസ്സ് ഉദ്ദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം എത്തണമെന്നില്ല. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിന് പ്രാഥമികമായിട്ട് അതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് റേഡിയേഷൻ കഴിഞ്ഞിട്ടൊക്കെ തിരികെ വരാം. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം നമുക്കുണ്ട്. പിന്നെ ഉള്ളത് അരുണിമ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞു വന്ന അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തു വെച്ച വേഷങ്ങൾ. ഇപ്പോൾ മോഹൻലാലൊക്കെ 27-28 വയസ്സിലൊക്കെ ചെയ്ത വേഷങ്ങളാണ് ഇപ്പോൾ പലരും 45-ാമത്തെ വയസ്സിലൊക്കെ ചെയ്യുന്നത്. അതുപോലെ മമ്മൂട്ടി ആ സമയത്ത് ചെയ്തു വെച്ച വേഷങ്ങൾ, ഇതൊക്കെ ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ, പിള്ളേർ, 2K പിള്ളേരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സായി മാറിയ രണ്ടുപേരാണ്. അതുമാത്രമല്ല, അവർ തമ്മിലുള്ള ഈ സ്നേഹം, ഒരു അനിയൻ്റെ സ്നേഹം, അതെപ്പോഴും അവർ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ. ഇൻ്റർവ്യൂവിലൊക്കെ അവർ പറയാറുമുണ്ട്, രണ്ടുപേരും പറയാറുണ്ട്, അവർ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം. ഒരു ഇൻ്റർവ്യൂവിൽ ഈ സുഹാസിനിയാണോ മണിരത്നമാണോ, സുഹാസിനിയാണെന്ന് തോന്നുന്നു, മമ്മൂട്ടിയുടെ വീട്ടിൽ മണിരത്നം കഥ പറയാനായി പോകുന്നു. മണിരത്നം എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, സുഹാസിനിയുടെ ഭർത്താവ്. കഥ പറയാനായി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ കുട്ടി, ഇപ്പോൾ കഥ പറയാൻ സമ്മതിക്കുന്നില്ല, ചെറിയ കുട്ടി വന്ന് ഓടിക്കളിക്കുകയാണ്. അപ്പോൾ മമ്മൂട്ടി ഓടാന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊരു അടി കൊടുക്കുന്നു, സ്നേഹത്തോടെ. അപ്പോൾ അടി കൊടുത്തപ്പോഴത്തേക്ക് പോയി. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് പ്രണവാണ്, മോഹൻലാലിൻ്റെ മകനാണെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ എങ്ങനെയാണോ ഓടാന്ന് പറയുന്ന പോലെ അദ്ദേഹം പറയും. അപ്പോൾ അവർ തമ്മിൽ അന്ന് മുതൽ തന്നെ കുടുംബമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് മാത്രമല്ല, ഇവരൊക്കെ തുടക്കകാലത്ത് മദ്രാസിൽ ഉഡ്ലാൻഡിലും സാമീസ് ലോഡ്ജിലും ഒക്കെ ഒരുമിച്ച് താമസിക്കുകയും അവിടെയായിരുന്നു ഇവരുടെ ഒരു തുടക്കം. മദ്രാസിലാണല്ലോ അന്ന്, കോടമ്പാക്കത്താണെന്ന് സിനിമ. അപ്പോൾ അന്ന് അവിടെ നിന്ന് തുടങ്ങുന്ന ബന്ധമാണ്. അപ്പോൾ ഈ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ വലിയ സ്റ്റാർസായി മാറുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള ബന്ധം, ഈ പഴയ തലമുറയിൽപ്പെട്ട നടന്മാരിൽ എല്ലാം അത്തരത്തിലുള്ളൊരു ഹൃദയബന്ധമുണ്ട്. അവരെല്ലാം അവിടെ ഒരുമിച്ച് താമസിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു സൗഹൃദത്തിൻ്റെ. ഇപ്പോഴാണ് എല്ലാവർക്കും കാരവാനുള്ളത്. ഇപ്പം അരുണിമ അഭിനയിക്കാൻ പോയാൽ അരുണിമയ്ക്കും കാരവാൻ വേണമെന്ന് പറയാം, കാരവാൻ തരും. മനസ്സിലായോ? കൂട്ടായ്മയായിരുന്നു. അപ്പം സെപ്പറേറ്റ് ആണ്. അപ്പം അതിൻ്റെ അപ്പോൾ അതും കൂടെ ഉണ്ട്. ഇവരൊരു 2 സൂപ്പർ സ്റ്റാർസ് എന്നുള്ളതല്ല, അവർ 2 മനുഷ്യരാണ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ. മമ്മൂട്ടിയെ അടുപ്പമുള്ള ആളുകൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അറിയാമോ? ഇച്ചാക്ക എന്നാണ് വിളിക്കുന്നത്. അത് അവരുടെ സഹോദരങ്ങളാണ് വിളിക്കുന്നത്. ആ പേര് വിളിക്കുന്ന പുറത്തു നിന്നുള്ള ആളുകളിൽ ഒരാളാണ് മോഹൻലാൽ. അതായത് അത്രയും അടുപ്പം, ഒരു സഹോദരൻ എന്നുള്ള അടുപ്പം
അവർ തമ്മിലുണ്ട്. അവരുടെ സിനിമകൾ കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലടക്കം ഫാൻസ് ഫാൻസ് അസോസിയേഷൻ എന്നും പറയാൻ പറ്റത്തില്ല, അവർ കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ട് അത്രയോ വലിയ നടന്മാരാണ്, അവരെയൊക്കെ ഇങ്ങനെ കടുത്ത ആക്ഷേപങ്ങൾ ആണ് നമുക്ക് നോക്കുമ്പോൾ. സോഷ്യൽ മീഡിയയുടെ ഒരു പതിവ് ശൈലിയാണ് ഒരു നെഗറ്റീവ് പറയുക. അപ്പോൾ അവരിത് മനസ്സിലാക്കേണ്ടത്, ഇവർ രണ്ടുപേരും രണ്ട് ക്ലാസ്സിൽപ്പെട്ട നടന്മാരാണ്. അപ്പോൾ മോഹൻലാൽ ചെയ്തു വെച്ച വേഷങ്ങൾ മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റില്ല, മമ്മൂട്ടി ചെയ്തു വെച്ച ചില വേഷങ്ങൾ മോഹൻലാലിനും ചില കഥാപാത്രങ്ങൾ നമുക്ക് വേറൊരു ആൾ വന്ന് അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കഥാപാത്രമായി അവർ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം നേരത്തെ അരുണിമ പറഞ്ഞ പോലെ നരസിംഹം എന്ന് പറയുന്ന ചിത്രം, അല്ലെങ്കിൽ ആറാം തമ്പുരാനിലെ ജഗന്നാഥൻ, നരസിംഹത്തിലെ ഇന്ദുചൂടൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രം മോഹൻലാലിനെ മാത്രമേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ. ഇപ്പോൾ വടക്കം വീരഗാഥയിലെ ചന്തു, അല്ലെങ്കിൽ സേതുരാമയ്യർ CBIയിലെ സേതുരാമയ്യർ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി കഥാപാത്രങ്ങൾ, അതെല്ലാം അവർക്ക് മാത്രം പറ്റുന്ന, അത് ഒരുപോലെ രണ്ടുപേരും അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം ഞാൻ വർത്തമാനം പറയുന്നത് പോലെ അരുണിമ വർത്തമാനം പറഞ്ഞാൽ ആളുകൾക്ക് എന്ത് ബോറായിരിക്കും. രണ്ടുപേരും രണ്ട് മനുഷ്യരാണ്. അപ്പോൾ രണ്ട് തരത്തിലാണ് അവരുടെ വർത്തമാനവും അഭിനയവും ആ സ്റ്റൈലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും നമ്മൾ ഈ കാലഘട്ടത്തിലും നമ്മൾ ആഘോഷിക്കുകയും അവരോട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എന്നതുപോലെയുള്ള സ്നേഹം, ഹൃദയബന്ധം നമുക്കുണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തി എന്ന് പറയുമ്പോൾ നമുക്കും അത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു സന്തോഷമാണ് അല്ലേ? അത് നിലനിൽക്കുന്നു. അതെ, ആ സൗഹൃദം നിലനിൽക്കുന്നു. നമുക്കത് കേൾക്കുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് നെഗറ്റീവ് പറയുന്ന വളരെ ചുരുക്കം ആളുകളൊക്കെ ഇതൊക്കെ കാണണം. ഒരു മനുഷ്യൻ വയ്യാതിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ താഴെ വന്നിട്ട് മോശം കമൻറ്റ് പറയുന്ന മലയാളികളാണല്ലോ. മലയാളികൾ അങ്ങനെ അങ്ങ് ആയിപ്പോയി. വളരെ ചുരുക്കം, എല്ലാവരും അല്ല, വളരെ ചുരുക്കം. പക്ഷേ അദ്ദേഹത്തിന് 74 വയസ്സുണ്ട്, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഡയറ്റ് നമുക്കൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒക്കെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അത് വളരെ ഇപ്പോൾ ബീഫൊക്കെ കഴിക്കുന്ന ഒരു കഷ്ണം മാത്രം എടുത്ത് കഴിക്കുക. ഇവിടെ ആരും ഇപ്പോൾ രാവിലെ പറയുന്നതായിട്ട് അപ്പവും ബീഫും കഴിച്ചു എന്ന് പറയുന്നത് രാവിലെ. അപ്പോൾ മമ്മൂട്ടിയാണെങ്കിൽ അങ്ങനെ കഴിയും, അദ്ദേഹത്തിന് ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ അതെ, അപ്പോൾ അതായത് ഒരു നടൻ്റെ ഉപകരണം എന്ന് പറയുന്നത് അയാളുടെ ശരീരമാണ്. അപ്പോൾ നടിമാരെ സംബന്ധിച്ച് അവർ കുറേ കാലം ഫീൽഡിൽ നിന്നിട്ട് വിവാഹശേഷമൊക്കെ രംഗം വിടുകയും പിന്നെ ഫീൽഡ് ഔട്ട് ആകും. പിന്നെ അവർക്ക് ഈ ആളുകൾ വന്നിട്ട് പറയത്തില്ലേ, ഇപ്പം നടിമാർ അവർക്ക് ഇത്രയും പ്രതിഫലം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരായ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അത്രയും ബിസിനസ് അവരുടെ സിനിമ, ആ പ്രൊഡക്റ്റ് അത്രയും അവരെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകണം. അപ്പോഴാണ് അവർ പറയുന്ന കാശ് കൊടുക്കുക. അത് മാത്രമല്ല, ഏത് സിനിമാ നടിയായാലും മറ്റാരായാലും ഒരു ഘട്ടം കഴിയുമ്പോൾ സ്ത്രീക്ക് ശാരീരികമായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെ അങ്ങോട്ട് മാറുന്നില്ല. അത് മാത്രമല്ല, മമ്മൂട്ടിയെ പോലെയൊക്കെയുള്ള ഒരാൾ ഇത്രയും വർഷം അദ്ദേഹത്തിൻ്റെ ശരീരം പറയില്ല. അപ്പോൾ അത് എഴുന്നേറ്റ് നടക്കില്ല. ഇപ്പോൾ പല ആളുകൾ 74 വയസ്സുള്ള ആളുകളെ കിടപ്പാണ്. അത് ഔട്ട്ഫിറ്റുകളായാലും പുള്ളിക്കാരൻ എടുക്കുന്ന ഫോട്ടോസ് ആയാലും എല്ലാം സ്റ്റണ്ണിങ് ആയിട്ട് നിൽക്കുക. അതെ, 2K കിഡ്സ് ആയിട്ട് പിടിച്ചു നിൽക്കും. അത് കാലത്തിനെ മനസ്സിലാക്കി അദ്ദേഹം പിന്നെ പോകുന്നു എന്നുള്ളതാണ്. നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് പുള്ളി, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹം ഇങ്ങനെ, അദ്ദേഹത്തിന് ഒരു അസുഖം വരുന്നു എന്ന് കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല. വയ്യാതായി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ വയ്യാതാകരുത് എന്നൊക്കെയാണല്ലോ നമ്മൾ എപ്പോഴും. അതെ. ഇപ്പം ജയൻ എന്ന് പറയുന്ന നടൻ, ഞങ്ങളുടെ അമ്മാച്ചൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ ജയൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു പോസ്റ്ററാണ്. അപ്പോൾ ജയനൊക്കെ മരിച്ചുപോയി. ജയനിങ്ങനെ അതെനിക്ക് ഭയങ്കര ഒരു വടിയുണ്ട്, ആ വടി ഇങ്ങനെ കഴുത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് 2 കൈ കൊണ്ടും അതിങ്ങനെ പിടിച്ചുകൊണ്ട് നല്ല മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ്. അതന്ന് ഞാൻ കണ്ടതാണ്. അതിനുശേഷം വന്ന തലമുറകളൊക്കെ വന്നിട്ട് ഇപ്പോൾ 2K പിള്ളേരും ജയൻ്റെ ആരാധകരാണ്. ജയൻ അന്ന് കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അവിചാരിതമായി അകാലത്തിൽ നമ്മൾ വിട്ടുപോയതാണ്. എൻ്റെ വീട്ടിൽ ഈ ജയൻ അന്ന് മരിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തപ്പുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഇറക്കിയ ഒരു പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു, ഈ ജയനെക്കുറിച്ചൊക്കെയുള്ള, ജയൻ അഭിനയിച്ച സിനിമകൾ, മുഴുവൻ സിനിമകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ കുറേ ഫോട്ടോസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മരിച്ചത്, അന്ന് കുറേ കഥകളൊക്കെ ഇറങ്ങി. ജയൻ മരിച്ചതിനെക്കുറിച്ച് കുറേ കഥകൾ, ബാലങ്കേ നായരാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഇറങ്ങി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള പുസ്തകം. ജയൻ മരിച്ചെന്ന് അംഗീകരിക്കാത്ത ഒരു ജനറേഷൻ ഇപ്പോഴും ഉണ്ട്.
ഇപ്പോഴും നമ്മുടെ എൻ്റെയൊക്കെ വല്യമ്മമാരൊക്കെ ജയന്റെ വലിയ ആരാധകരാണ്. ഇപ്പോഴും അവർ പറയുന്നത് ജയൻ മരിച്ചെന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത്ര അവർ ആരാധിച്ചു അവരുടെ ചെറുപ്പ സമയത്ത്. അല്ല ഉണ്ട്, എൻ്റെ നാട്ടിൽ ജയനെ എന്താ ഭയങ്കര ഒരു ആരാധികയുണ്ട്, അന്ധമായി ആരാധിച്ച്. ജയൻ്റെ മരണത്തിന് ശേഷം അവർക്ക് മാനസികമായി പ്രശ്നമായിപ്പോയി. അവരെ കള്ളിച്ചെല്ലമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ മരിച്ചുപോയി. അപ്പോൾ നമ്മളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ നടന്നു പോകും. സിനിമയിൽ അഡിക്റ്റ്. ജയനെ അന്ന് ഭയങ്കര ആരാധനയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവരൊന്നും എന്താ പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കണം, മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ മനുഷ്യരാണ്, അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചികിത്സയിലൂടെയൊക്കെ അവർ പിന്നെ റിക്കവർ ചെയ്ത് വരും. അപ്പോഴാണ് ഇതുപോലെ നമുക്ക് എന്താ മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകൾ. മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുന്നു, വഴിപാട് നടത്തുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാ മലയാളികൾക്കും അതൊരു സന്തോഷകരമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.